ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം മുതൽ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ യുവജന സംഗമം, അതേ തുടർന്ന് നവംബർ മാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുവിൻ്റെയും നിഖിലിൻ്റെയും കല്യാണം, ഡിസംബർ മാസത്തിൽ ഇടവകയുടെ തിരുനാൾ, അതേ തുടർന്ന് ഇടവകയുടെ കരോൾ. ഇങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോഴാണ് ഈ ഒരു ആകസ്മികമായ ദുരന്തം ഞങ്ങളെ തേടിയെത്തിയത്. ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ നട്ടെല്ലായിരുന്ന 4 പേര് ദൈവസന്നിധിയിലേക്ക്, ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വലിയ തീരുമാനമാണെന്ന് കണ്ട് ആ ദൈവിക പദ്ധതിക്ക് മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കാൻ മാത്രമേ ഇടവകയ്ക്ക് കഴിയുന്നുള്ളൂ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട 4 പേരാണ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നത്. പ്രിയപ്പെട്ട മത്തായിച്ചാൻ നിശബ്ദമായ ചിരി കൊണ്ട്, ശാന്തമായ പ്രകൃതം കൊണ്ട് ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട വ്യക്തി. ബീച്ചാൻ ഇടവകയുടെ ഓളമായിരുന്നു. ക്രിസ്മസ് കരോളിനായാലും തിരുനാൾ റാസയ്ക്കായാലും 8 നോമ്പിൻ്റെ പായസം വെക്കുന്നതിനായാലും വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നതിനായാലും ബീച്ചാൻ ഓളത്തോടെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അനുവും നിഖിലും യുവജനങ്ങൾക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയായിരുന്നു. നീണ്ട കാലത്തെ പ്രണയത്തിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെല്ലാവർക്കും വലിയൊരു മാതൃകയുടെ അനുഭവമായിരുന്നു. കൊയറിലും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലും ഒക്കെ നിന്നുകൊണ്ട് എപ്പോഴും ദേവാലയത്തോട് ചേർന്ന് നിന്ന 2 വ്യക്തിത്വങ്ങൾ. ഈ പ്രിയപ്പെട്ട 4 പേരും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ അത് ഇടവകയ്ക്ക് തീരാ നഷ്ടമാണ്, ഈ ദേശത്തിന് തീരാ നഷ്ടമാണ്. ഈ വലിയ അപകടം നടന്ന നിമിഷം മുതൽ ഈ മൃതസംസ്കാര ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്ന ഈ നിമിഷം വരെ വലിയ സംരക്ഷണവും പ്രാർത്ഥനയും കരുതലും ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട 4 വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുമ്പോൾ വീണ്ടും ദൈവസന്നിധിയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ യാത്രയാക്കുകയാണ്. സാലിമാമയും നിഷ ചേച്ചിയെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആരോണിനോടും നീതുവിനോടുമൊക്കെ എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.